നമുക്ക് സ്പെഷ്യലായിട്ടുള്ള മീൻ തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് മീൻ വേവിക്കാൻ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തോളൂ. ഇപ്പം ഞാനിവിടെ 1 കിലോ മീനിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ വെള്ളത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ആ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടിയോ അല്ല ചതച്ച കുരുമുളകോ ഏതെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് എരിവിൻ്റെ ഫ്ലേവർ മുമ്പിൽ നിൽക്കണം എന്നുള്ളവർക്ക് ഒരു 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പിന്നെ വേണ്ടത് അതിനകത്തേക്ക് കുറച്ചൊരു വിനാഗിരിയോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിനാഗിരി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നാരങ്ങയുടെ നീരോ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തോട്ട് നന്നായിട്ട് ഇത് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. അതായത് ഇതിൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. അപ്പം ആ തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ, അപ്പോൾ ഏത് ദശക്കട്ടിയുള്ള മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിപ്പം കുറച്ച് പൊടിഞ്ഞു പോയെന്നോർത്തൊന്നും ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ മീൻ മേടിക്കുമ്പോൾ പൊടിഞ്ഞു പോയ കഷ്ണങ്ങൾ ഇത് മാറ്റി വെച്ചിട്ടാണെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീനാണല്ലോ ഒരു 5-6-7 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ ജസ്റ്റ് ഇടയ്ക്കൊന്ന് തുറന്ന് കൊടുത്തിട്ട് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇളക്കി വെക്കാം. പിന്നെ ഇത്രയും വെള്ളം ഉള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. തിളച്ച് നന്നായിട്ട് കഴിയുമ്പോഴേക്കും നമുക്കിത് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിത് ഇങ്ങനെ മുള്ള് വിടിയിച്ചിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് മൂടി വെച്ചു. ഉപ്പിൻ്റെ കാര്യം നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ നോക്കിയിട്ട് വെച്ചോളാം. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് ഇതായിട്ട് ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിനകത്തേക്കുള്ളൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനൊരു 1 കിലോ മീൻ ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകിയെടുത്തത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പെരിഞ്ജീരകം, ഒരു ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. അതുപോലെ കുറച്ച് കറിവേപ്പില, ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 ചെറിയുള്ളി, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ കുറച്ച് കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതെല്ലാം കൂടെ ജസ്റ്റ് നമ്മൾ തോരൻ അടച്ചെടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. ആ ഒരു സമയത്തേക്ക് ഈ തോരൻ റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു മീഡിയം സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തും ഒരു മീഡിയം സൈസ് തക്കാളിയുടെ അകത്തെ കുരു കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുത്താണ്. ഇത് മാത്രമാണ് നമ്മളൊരു മീനായതുകൊണ്ട് ചെറിയൊരു പുളിരസം വേണം. അതുകൊണ്ട് ഒരു അത്യാവശ്യം നല്ല പുളിയുള്ളൊരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ ഈ മീൻ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം ഊറ്റി ഡ്രെയിൻ ചെയ്തതിന് ശേഷം, വെള്ളം പോയതിന് ശേഷം നമുക്ക് മുള്ള് ഓരോന്നോരോന്നായിട്ട് വിരിയിച്ചെടുക്കണം. ഇതിന് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ ആ സെയിം പാൻ തന്നെ ഞാൻ വാഷ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടുക് ചേർത്ത് പൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ കടുക് ഞാനിവിടെ കുറച്ച് കൂടുതൽ 3/4 ടേബിൾ സ്പൂൺ അളവ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കടുക് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താലും മതിയാവും. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നടുവ് പൊട്ടിച്ച കുറച്ച് 2-3 വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തത് മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന അല്ലെങ്കിൽ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ തക്കാളിയും സവോളയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അതായത് ട്രാൻസ്പെറൻ്റ് ആയാൽ പോരാ, അതും കഴിഞ്ഞ് കുറച്ചും കൂടെ ഇതാവണം. തോരനായതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടും. അപ്പോൾ അത് റെഡിയായി വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് റെഡിയായിട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ആ മീൻ മൊത്തം ഫുള്ളായിട്ട് മുള്ള് കളഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും അധികം മുള്ളില്ലാത്ത അയലയോ അങ്ങനെ മാംസമുള്ള ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ മോതയോ ഏത് തുണ്ടമ്മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു സമയത്തേക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. മസാലകളല്ല, നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ സമയത്തിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ആ തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റ് മാറാനായിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതൊന്ന് ജസ്റ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ആ മീൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മീനും നമ്മുടെ അരപ്പും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് അടച്ച് വെച്ചൊരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ കുറച്ചും കൂടെ ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില എടുത്തു. വേപ്പില എത്രത്തോളം ഇട്ടാലും നല്ല ടേസ്റ്റാണ്. വേപ്പില നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ
ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് കുരുമുളക് പൊടി ടേസ്റ്റ് കുറച്ച് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി അധികമായിട്ട് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു പിഞ്ച് അളവിലുള്ള ഗരം മസാല, അത് ഓപ്ഷണലാണ്. അപ്പോൾ ആ മീനിൻ്റെ ആ ഒരു ഫ്ലേവർ മുമ്പിലോട്ട് നിൽക്കണമെന്നുള്ളവർ നമുക്ക് അതിൽ ഗരം മസാല ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റാൻ മറക്കരുത്. ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കുരുമുളകൊക്കെ അരച്ചതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഈ മീൻ തോരൻ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് തുറന്ന് വെച്ചിട്ട് ജസ്റ്റ് നിങ്ങളോട് തോർത്തിയെടുക്കാം. ഇതല്ലെങ്കിൽ അതിൻ്റെ ഒന്നിങ്ങനെ വിട്ട് വരുന്ന രീതിയിലോട്ട് ആക്കിയെടുക്കാം. അപ്പോൾ ഇത് വളരെ വളരെ അടിപൊളി, ചപ്പാത്തിയുടെ കൂടെ റോൾ ചെയ്ത് കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും എന്തിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നല്ല അടിപൊളി തോരനാണ്. അപ്പോൾ മീനിൻ്റെ തോരൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.